ഇന്ന് നമുക്ക് 4-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്തേക്ക് പോകാം. ഒരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. Let us examine few example of business activity. ഒരു കടയിൽ പോയി ഐസ്ക്രീം വാങ്ങിക്കുന്നതും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഐസ്ക്രീം കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. Purchasing ice cream from a store and eating ice cream in a restaurant is different. അതുപോലെ തന്നെ ഒരു ഫിലിം CD വാങ്ങിക്കുന്നതും ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വാച്ചിങ് എ മൂവി ഇൻ എ സിനിമ ഹാൾ ആൻഡ് പർച്ചേസിങ് എ വീഡിയോ കാസറ്റ് CD is different. Purchasing an school bus and leasing it from a transporter ഇതും വ്യത്യാസമുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തേതിലൊക്കെ പർച്ചേസിങ് ആൻ ഐറ്റം ആണെങ്കിൽ മറ്റുള്ളവയിലൊക്കെ എക്സ്പീരിയൻസിങ് എ സർവീസാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സർവീസസ് എന്താണെന്ന് നോക്കാം. സർവീസസ് ആർ ദോസ് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ essentially intangible activities that provides satisfaction of wants and are not necessarily linked to sale of a product or another services. അതേസമയം ഗുഡ്സ് എന്നത് it is a physical product, can be delivered and involves transfer of ownership. എന്തൊക്കെയാണ് സർവീസസിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രൊഡക്റ്റ് നമുക്ക് തൊടാൻ കഴിയും, അതേസമയം ഒരു സർവീസസ് നമുക്ക് തൊടാൻ കഴിയുമോ? ഇല്ല. ഒന്നാമത്തെ പ്രത്യേകത ഇൻടാഞ്ചിബിലിറ്റിയാണ്. സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ. They cannot be touched. They are experimental in nature. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദിവസം കിട്ടിയ സേവനം പോലെ തന്നെ ആയിരിക്കണം എന്നില്ല അടുത്ത ദിവസം കിട്ടുന്ന സേവനവും. അതുപോലെ തന്നെ ഒരു കസ്റ്റമർക്ക് കിട്ടിയ സേവനത്തിലൂടെ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണമെന്നില്ല മറ്റൊരു കസ്റ്റമർക്കുള്ള സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇൻകൺസിസ്റ്റൻസിയാണ്. The second important characteristic of service is inconsistency. Since there is no standard tangible product, service have to be performed exclusively each time, which may vary from time to time. ഒരു കാർ വേണമെങ്കിൽ ഇന്ന് മാനുഫാക്ചർ ചെയ്യാം, അതിൻ്റെ വിൽപ്പന മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. അതായത് പ്രൊഡക്ഷനും കൺസപ്ഷനും വ്യത്യസ്തമായ സമയത്ത് നടത്താം. പക്ഷേ ഒരു സർവീസിൻ്റെ കേസിൽ ഇത് രണ്ടും ഒന്നിച്ചു തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻസെപ്പറബിലിറ്റിയാണ്. Another important characteristic of service is inseparability. The simultaneously activity of production and consumption being performed. ഒരു ടാഞ്ചിബിൾ കോമ്പോണൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സേവനം മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻവെൻട്രി ലെസ് ആണ്. സർവീസ് ഹാവ് ലിറ്റിൽ ഓർ നോ ടാഞ്ചിബിൾ കോമ്പോണൻറ്റ് ആൻഡ് ദെർഫോർ cannot be stored for a future use. സേവനം അത് ഉപയോഗിക്കുന്നവരുടെ പ്രസൻസ്, പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവ്മെൻറ്റിലൂടെ മാത്രമേ യാഥാർത്ഥ്യമാകൂ. അതുകൊണ്ട് സേവനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇൻവോൾവ്മെൻ്റ് ആണ്. പാർട്ടിസിപ്പേഷൻ ഓഫ് കസ്റ്റമർ ഈസ് മസ്റ്റ് ഇൻ സർവീസ് പ്രോസസ്. ഇനി നമുക്ക് സർവീസസും ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ചാർട്ട് നോക്കാം. നാച്ചുറൽ സർവീസസ് എന്നത് ഒരു ആക്ടിവിറ്റി ആണ്, അതേസമയത്ത് ഗുഡ്സ് എന്നത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ്. സർവീസസ് എന്നത് ഹെട്രോജനസ് ആണെങ്കിൽ ഗുഡ്സ് ഹോമോജനസ് ആണ്.
ഇൻടാഞ്ചിബിലിറ്റി അടിസ്ഥാനത്തിൽ സർവീസസ് ഇൻടാഞ്ചിബിളാണ്, ഗുഡ്സ് എന്നത് ടാഞ്ചിബിളാണ്. ഇൻകൺസിസ്റ്റൻസിയിൽ ഡിഫറൻറ്റ് കസ്റ്റമേഴ്സ് ഹാവ് ഡിഫറൻറ്റ് ഡിമാൻഡ്സ്. അതുകൊണ്ട് തന്നെ സർവീസസ് എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കില്ല. അതേസമയത്ത് ഗുഡ്സ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കും. ഇൻസെപ്പറബിലിറ്റി, ഒരേ സമയത്ത് പ്രൊഡക്ഷനും കൺസപ്ഷനും, സർവീസ് കൊടുക്കുന്നവരും കൺസ്യൂം ചെയ്യുന്നവരും ഒരേ സമയത്ത് തന്നെ ഉണ്ടാവേണ്ടതാണ്. അതേസമയത്ത് ഗുഡ്സിൻ്റെ കേസിൽ പ്രൊഡക്ഷനും കൺസപ്ഷനും വ്യത്യസ്തമായ സമയത്ത് നടക്കാം. സർവീസസ് എന്നത് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല, ഗുഡ്സ് എന്നത് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ സർവീസസിൻ്റെ കേസിൽ അത് അനുഭവിക്കുന്ന ആളുടെ പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണ്. അതേസമയത്ത് ഗുഡ്സിൻ്റെ കേസിൽ അത് ആവശ്യമില്ല. ഇത്രയുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സർവീസസ് എന്ന് നമുക്ക് നോക്കാം. സർവീസസിനെ ബിസിനസ് സർവീസസ് എന്നും സോഷ്യൽ സർവീസസ് എന്നും പേഴ്സണൽ സർവീസസ് എന്നും വിളിക്കാം. ബിസിനസ് സർവീസ് ആർ ദോസ് സർവീസസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ ദ കണ്ടക്ട് ഓഫ് ദെയർ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സെട്ര. Social service are those services that are generally provided voluntarily to serve the society. വിദ്യാലയത്തിലെ നാഷണൽ സർവീസ് സ്കീം, അതേപോലെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഇവയൊക്കെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ മാത്രമാണ്. മൂന്നാമത്തെ പേഴ്സണൽ സർവീസ്. പേഴ്സണൽ സർവീസ് ആർ ദോസ് സർവീസസ് വിച്ച് ആർ എക്സ്പീരിയൻസ് ഡിഫറൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. They will differ depending upon the service provider. കുട്ടികളെ, കൂടുതൽ ബിസിനസ് സർവീസുകൾ നമുക്ക് പിന്നീട് പഠിക്കാം. താങ്ക് യു.